ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനയുടെയും റഷ്യയുടെയും മിലിറ്ററി കമ്പാരിസൺ ആണ്. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വൻ ശക്തികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും. ചൈനയുടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 138 കോടിയിൽ അധികമാണ്. അതേസമയം റഷ്യയുടെ ജനസംഖ്യ ആവട്ടെ ഏതാണ്ട് 14 കോടിയിൽ അധികവുമാണ്. റഷ്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാൻ പവറും അതുപോലെ തന്നെ കരയുദ്ധത്തിന്റെയും സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും പരിഗണിക്കേണ്ടതായി വരികയും ചെയ്യും. ചൈനയുടെ ആകെ മാൻ പവർ എന്ന് പറയുന്നത് 75 കോടി 28 ലക്ഷമാണ്. അതേസമയം റഷ്യയുടെ മാൻ പവർ ആകട്ടെ 6 കോടി 96 ലക്ഷവും. ചൈനയിൽ ഏതാണ്ട് 62 കോടിയോളം പേരും മിലിറ്ററി സർവീസിന് ഫിറ്റായിട്ടുള്ള ആളുകളാണ്. അതേ സ്ഥാനത്ത് റഷ്യയിലാകട്ടെ അത് 4 കോടി 66 ലക്ഷവുമാണ്. ഏകദേശ കണക്കനുസരിച്ച് ചൈനയുടെ ആകെ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം 26,93,000 പേരാണ്. അതേ സ്ഥാനത്ത് റഷ്യയുടെ ആകെ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്ന് പറയുന്നത് 35,86,000 പേരാണ്. എന്നാൽ ആക്റ്റീവായിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചൈന തന്നെയാണ് ലോകത്തിൽ പോലും ഒന്നാമത്. ഏതാണ്ട് 21,83,000 പേരാണ് അവർക്ക് ആക്റ്റീവായിട്ടുള്ളത്. അതേ സ്ഥാനത്ത് റഷ്യക്കാകട്ടെ 10,13,628 പേരാണുള്ളത്. ഇനി റിസർവിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം ചൈനയിൽ 5,10,000 ആണെങ്കിൽ റഷ്യയിൽ അത് 25,72,500 നമ്മളിപ്പോ നോക്കിയത് മാൻ പവറും മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണവും ഒക്കെയാണ്. എന്നാൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവയൊന്നുമല്ല എന്ന് നമുക്കറിയാം. ചൈനയുടെ ആകെ എയർക്രാഫ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3,187 ലോകത്ത് ചൈന 3-ാം സ്ഥാനത്താണ് ഈ കാര്യത്തിൽ. അതേ സ്ഥാനത്ത് റഷ്യയുടെ ആകെ എയർക്രാഫ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 4,078 റഷ്യയാണ് ലോകത്ത് ഈ കാര്യത്തിൽ 2-ാം സ്ഥാനത്ത്. ചൈനയുടെ പക്കൽ 1,222 ഫൈറ്റേഴ്സ് ഉണ്ട്, 1,564 അറ്റാക്സ് ഉണ്ട്. അതേസമയം റഷ്യയുടെ പക്കൽ 869 ഫൈറ്റേഴ്സും 1,459 അറ്റാക്കുമുണ്ട്. ട്രാൻസ്പോർട്ട്സ് ചൈനയുടെ കൈവശം 193 ഉണ്ട്. അതേ സ്ഥാനത്ത് റഷ്യയുടെ കൈവശം 401 ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിനേഴ്സ് ചൈനയ്ക്ക് 368 റഷ്യയുടെ പക്കൽ 494 ടോട്ടൽ ഹെലികോപ്റ്റർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചൈനയുടേത് 1,004 ആണെങ്കിൽ റഷ്യയുടേത് 1,485 അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ചൈനയുടെ പക്കൽ 281 ഉണ്ടെങ്കിൽ റഷ്യയുടെ കൈവശം 514 ആകെ എയർക്രാഫ്റ്റ് സ്ട്രെങ്ത് പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ വലിയ മേൽക്കൈ റഷ്യക്കുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ടാങ്കുകളുടെ എണ്ണം നോക്കിയാൽ ചൈനയുടെ പക്കൽ 13,050 ടാങ്കുകളാണുള്ളത്. അതേ സ്ഥാനത്ത് റഷ്യയുടെ പക്കൽ 21,932 ടാങ്കുകളുണ്ട്. ടാങ്കുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് റഷ്യയും 2-ാം സ്ഥാനത്ത് ചൈനയുമാണ് ലോകത്തെ ആകെ എടുത്തു നോക്കുമ്പോൾ. ഇനി ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് ആണെങ്കിൽ ചൈനയുടെ പക്കൽ ഇപ്പോൾ 40,000 ഉണ്ട്. എന്നാൽ റഷ്യയുടെ പക്കലാകട്ടെ 50,049 ഉണ്ട്. ഇവിടെയും 1-ാം സ്ഥാനത്ത് റഷ്യയാണ്, 2-ാം സ്ഥാനത്ത് ചൈനയാണ്. സ്വയം ചലിക്കുന്ന പീരങ്കികൾ 4,000 ചൈനയുടെ പക്കലുണ്ട്. അതേസമയം റഷ്യയുടെ പക്കൽ 6,083 1-ാം സ്ഥാനത്താണ് റഷ്യ ഉള്ളത്. ലോകത്ത് ചൈനയുടെ റാങ്ക് ഈ കാര്യത്തിലും 2-ാം സ്ഥാനത്താണ്. കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പീരങ്കികളുടെ എണ്ണത്തിൽ ചൈനയുടെ പക്കൽ 6,246 ഉണ്ട്. ലോകത്ത് അവരാണ് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്തുള്ള റഷ്യയുടെ പക്കൽ 4,465 ഉള്ളത്. റോക്കറ്റ് പ്രൊജക്ടേഴ്സിന്റെ കാര്യത്തിൽ ചൈന ലോകത്ത് 3-ാം സ്ഥാനത്താണ്. ഏതാണ്ട് 2,050 റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ആണ് ചൈനയ്ക്കുള്ളത്. അതേസമയം റോക്കറ്റ് പ്രൊജക്ടേഴ്സിന്റെ കാര്യത്തിൽ ചൈനയേക്കാൾ മുന്നിലാണ് റഷ്യ. ലോക റാങ്കിങ്ങിൽ അവർ 2-ാം സ്ഥാനത്താണ്. ഏതാണ്ട് 3,860 റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ആണ് അവരുടെ പക്കലുള്ളത്. ചൈനയുടെ ആകെ നേവി അസറ്റ് 714 റഷ്യയുടേതാകട്ടെ 352 തീർച്ചയായിട്ടും ഇവിടെ കാര്യമായിട്ടുള്ള ഒരു മേൽക്കൈ തന്നെ ചൈനയ്ക്ക് അവകാശപ്പെടാവുന്നതാണ്. ചൈനയുടെ പക്കലും അതുപോലെ തന്നെ റഷ്യയുടെ പക്കലും നിലവിൽ എയർക്രാഫ്റ്റ് കാരിയർ 1 അതുപോലെ തന്നെ ഡിസ്ട്രോയേഴ്സ് ആണെങ്കിൽ റഷ്യയുടെ പക്കൽ 13 ചൈനയുടെ പക്കൽ 33 ഉണ്ട്. മുങ്ങിക്കപ്പലുകളാണെങ്കിൽ ചൈനയുടെ പക്കൽ 76 റഷ്യയുടെ പക്കൽ 56 ഉണ്ട്. പെട്രോൾ വെസൽസ് ആണെങ്കിൽ റഷ്യയുടെ പക്കൽ 45 ചൈനയുടെ പക്കൽ 192 ഉണ്ട്. മൈൻ വാർഫെയർ ചൈനയുടെ പക്കൽ 33 റഷ്യയുടെ പക്കൽ 47 ഉണ്ട്. അപ്പോൾ നേവിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് നല്ല ഒരു മേൽക്കൈ റഷ്യയുടെ മേലുണ്ട്. ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യമെടുത്താലും വളരെ വലിയ വ്യത്യാസം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. ഡിഫൻസ് ബഡ്ജറ്റ് റഷ്യയുടേതെന്ന് പറയുന്നത് $44 ബില്യൺ ആണെങ്കിൽ
ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. 224 ബില്യൺ ആണ്. സ്വാഭാവികമായിട്ടും വളരെ കൂടുതലാണ് റഷ്യയേക്കാൾ. അതുപോലെ തന്നെ ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ബഡ്ജറ്റ് ഉള്ള ഒരു രാജ്യം ചൈനയാണ്. 224 ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത അത്രയേറെ ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. എന്നാൽ ഇന്ത്യയുടെ പോലും 49 50 താഴെയാണെന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ലോകശക്തികളിൽ ഒന്നായ റഷ്യയുടേത് പോലും 44 ബില്യൺ ആണ്. പക്ഷേ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ചൈനയുടെ മേൽ കൂടുതൽ ആധിപത്യം നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേവി അസറ്റിന്റെ കാര്യം മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും റഷ്യ തന്നെയാണ് മുന്നിൽ. ചൈനയുടെ പക്കൽ നിന്നുള്ള പല ആയുധങ്ങളും റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് കൂടിയാണെന്ന് അറിയുമ്പോഴാണ് എത്രമാത്രം ശക്തമായ രാജ്യമാണ് റഷ്യ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. തീർച്ചയായിട്ടും എണ്ണത്തിന്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ റഷ്യയേക്കാൾ കൂടുതൽ പല കാര്യങ്ങളിലും ചൈനയ്ക്ക് ഉള്ളതായി കാണാൻ സാധിക്കും. അതേസമയം തന്നെ കരുത്തുറ്റ ആയുധങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ റഷ്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അമേരിക്കയെ പോലും കിടപിടിക്കുന്ന ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട്. ഇപ്പൊ ചൈനയുടെ കൈവശമുള്ള മിസൈൽ പ്രതിരോധ കവചം പോലും റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങിയതാണെന്ന് കൂടി ഓർക്കുക. മാത്രമല്ല ലോകത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളയാൻ പോകുന്ന ശക്തമായ ആയുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ട്. അമേരിക്കയുടെ കയ്യിൽ പോലും ഇല്ലാത്ത ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട്. അണുവായുധങ്ങൾ ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത് റഷ്യക്കാണ്. ചൈനയുടെ 50 ഇരട്ടിയിലധികം അണുവായുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ടെന്ന് അറിയുമ്പോഴാണ് അവർ എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുമാത്രമല്ല ഭൂമിയെ മൊത്തം ചുട്ടരിക്കാൻ സാധിക്കുന്ന മിസൈലുകൾ കൈവശമുള്ള ഒരു രാജ്യം കൂടിയാണ്. ദീർഘദൂര മിസൈലുകൾ കൈവശമുള്ള ഒരു രാജ്യം കൂടിയാണ് റഷ്യ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.